ഹായ്, ഞാനിപ്പോൾ റിലയൻസ് ട്രെൻഡ്സിന്റെ മുൻപിലാണുള്ളത്. 2026 നീറ്റിന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉള്ള ഏറ്റവും വലിയൊരു കൺസേണിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. ഹായ് ഡിയർ സ്റ്റുഡൻസ്, 2026 നീറ്റ് പരീക്ഷ നമ്മുടെ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഒരുപാട് കൺസേൺസ് നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ എല്ലാ കൺസേൺസിനും കൃത്യസമയത്ത് ഏറ്റവും ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള മറുപടിയുമായി ബ്രില്യൻ സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നതും നിങ്ങളുടെ ഏറ്റവും വലിയൊരു കൺസേണിന് മറുപടി പറയാനാണ്. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പെൺകുട്ടികളുടെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ത് ധരിച്ചു പോകണം എന്നാണ്. കാരണം നമുക്ക് കൃത്യമായി ഒരു അപ്രോപ്രിയേറ്റ് ഡ്രസ് കോഡ് നീറ്റിന് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് വന്നത്. മാത്രമല്ല കേട്ടോ, നമ്മൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ കേരളത്തിലൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഡ്രസ് കോഡിനെ വെച്ചിട്ട് വരാറില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പരീക്ഷ എഴുതുന്ന പല കുട്ടികൾക്കും ഡ്രസ് കോഡിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രം കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ ഗൈഡ് ലൈനിലൂടെ കൃത്യമായ മെന്ററിങ്ങിലൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയുന്നത്. അതിന് വർഷാവർഷങ്ങളായി ബ്രില്യൻ സ്റ്റഡി സെന്ററും ഒരു ഭാഗമാകുന്നു എന്ന് ഏറ്റവും അഭിമാനത്തോടെ തന്നെ ഞാൻ ഓർക്കുന്നു. ഈ വർഷവും ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഡ്രസ് കോഡിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്, പെൺകുട്ടികൾ ഏത് ഡ്രസ്സ് ധരിച്ചിട്ടാണ് നീറ്റിന് പോകേണ്ടത്, എന്തൊക്കെയാണ് അവർ അവോയ്ഡ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഞാൻ നമ്മുടെ ട്രെൻഡ്സിലാണുള്ളത്. നിങ്ങൾ എന്നോടൊപ്പം കൂടുകയല്ലേ? വാ, നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് വരാം. ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നീറ്റ് 2026 പരീക്ഷയ്ക്ക് റെഡിയാകാൻ പോകുന്ന പെൺകുട്ടികൾ ഏതൊക്കെ ഡ്രസ്സ് ധരിച്ചാണ് പരീക്ഷാ ഹാളിലേക്ക് പോകാൻ പാടില്ലാത്തത് എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കാരണം എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചൂട് കാലമല്ലേ, എല്ലാവരും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടീഷർട്ടൊക്കെ പ്രിഫർ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനത്തെ ഒരു ടീഷർട്ടൊക്കെ ഓക്കെ ആയിരിക്കുന്നു. പക്ഷെ അല്ല. കാരണം കണ്ടോ, ഇതിനകത്ത് ലെറ്റേഴ്സ് ഉണ്ട്. ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്തിരിക്കുന്ന ടീഷർട്ടുകളോ അതുപോലുള്ള ഉടുപ്പുകളോ പരീക്ഷ ഹാളിലേക്ക് അനുവദനീയമല്ല. അപ്പോൾ ഇത്തരം ഡ്രസ്സുകൾ നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രിന്റ്സ് ഒന്നും തന്നെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഏകദേശം 26 ലക്ഷം കുട്ടികളോളം പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷയല്ലേ, നമുക്ക് അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആയിട്ട് നല്ല പ്രിൻ്റൊക്കെ ഉള്ള ഉടുപ്പിട്ട് പോകാമെന്ന് വിചാരിക്കും അല്ലേ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നീറ്റ് പരീക്ഷയ്ക്ക് ഇത്രയും വലിയ പ്രിൻ്റുകൾ അനുവദനീയമല്ല. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഉടുപ്പിൽ ഇതുപോലുള്ള വലിയ പ്രിൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇടാതിരിക്കാം. മാത്രമല്ല ഇത് കണ്ടോടാ, ഇതേ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ. അപ്പോൾ നിങ്ങൾ ഓർക്കും സിമ്പിൾ അല്ലേ, ലൈറ്റ് കളർ അല്ലേ എന്ന്. പക്ഷേ ഇതിനകത്തും വലിയ വലിയ പൂക്കളൊക്കെ കണ്ടോ. ഇതുപോലെ വലിയ വലിയ പൂക്കളും പ്രിൻസും ഒക്കെയുള്ള നമുക്ക് മെറ്റീരിയൽസ് അവോയ്ഡ് ചെയ്യാം. കാരണം ഫ്രിസ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ടെൻഷനാവും. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റാക്കിൽ കാണുന്ന മിക്കവാറും ഇങ്ങനത്തെ ഡ്രസ്സുകളെല്ലാം തന്നെ നീറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും. ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ഇത്തരം ഒരുപാട് ഫ്ലെയർ വരുന്നത്, ഇതുപോലെ ഫ്ലെയർ മാത്രമല്ല, ഇത് കണ്ടോ ഒരുപാട് ഞൊറികൾ വരുന്നത്, ഒത്തിരി സ്ലീവ് വരുന്നത്, അതുപോലെ ഞാത്തൽ കണ്ടോ, ഇങ്ങനെയുള്ള ഞാത്തലുകൾ. അതായത് ഇതിപ്പോൾ ത്രെഡാണ്, അതുപോലെ തന്നെ ത്രെഡ് പോലെ തന്നെ മെറ്റലുകളോ പൂക്കളോ അങ്ങനെയൊക്കെ ഇതിൽ വെക്കുന്നത്. അത്തരത്തിലുള്ള മെറ്റീരിയലുകളെല്ലാം തന്നെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. എൻ്റെ പുറകിൽ കിടക്കുന്ന ഈ ഡ്രസ്സുകളെല്ലാം തന്നെ ഇതുപോലെ ഹൈലി ഫ്ലെയർഡ് ആണ്. അതുപോലെ പ്ലീറ്റ്സും ഉണ്ട്. ഇതുപോലെ ഒത്തിരി ഞൊറി വരുന്നതും ഫ്ലെയർ വരുന്നതുമായിട്ടുള്ള ടോപ്സ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മളതിൽ കിട്ടുന്ന ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. അതിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയി തന്നെ പോവാം. വേറെയും ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നോക്കട്ടെ, ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് കോളറുണ്ട്. കോളറുള്ള ഡ്രസ്സ് കമ്പൽസറി ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്നാണ് സർക്കുലറിലുള്ളത്. അതിപ്പോൾ നിങ്ങൾ ടീഷർട്ട് ആയാലും ഷർട്ട് ആയാലും അതുപോലെ തന്നെ കുർത്തീസൊക്കെ എന്ത് ധരിച്ചാലും കോളറുള്ളത് അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോടാ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സ്ലീവ് ഓക്കെയാണ്, ഹാഫ് സ്ലീവ് ആണ്.
പക്ഷേ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ഇടാൻ പറ്റില്ല. എന്താണെന്നറിയോ, ഇതിനകത്ത് മെറ്റലുണ്ട്. മെറ്റൽ ഒബ്ജക്ട്സ് കമ്പൽസറി ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്നാണ് നമുക്ക് നീറ്റ് പരീക്ഷയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഈ മെറ്റലിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് അവോയ്ഡ് ചെയ്യാം. ഈ ടോപ്പ് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷെ നീറ്റ് പരീക്ഷയ്ക്ക് ഇത് വേണ്ട. കാരണം എന്താണെന്നറിയോ, ഒന്നാമത്തെ റീസൺ ഇത് ഫുൾ സ്ലീവ് ആണ്. ഫുൾ സ്ലീവ്സ് അനുവദനീയമല്ല. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റിച്ചിങ് പാറ്റേൺ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ഞൊറി പോലെ കിടക്കുന്നുണ്ട്. സൈഡിൽ കണ്ടോ, ഇതുപോലുള്ള സ്റ്റിച്ചിങ് പാറ്റേൺസ് ഒന്നും തന്നെ പരീക്ഷാ ഹാളിൽ നമുക്ക് വേണ്ട. നമ്മൾ ടോപ്സ് എന്തൊക്കെ ഇടാൻ പറ്റില്ല എന്നുള്ളത് ഒരുവിധം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാൻസ് കൂടെ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് പരീക്ഷാ ഹാളിൽ അലൗഡ് അല്ലാത്തത് എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതെ, പലാസോ പാൻറ്റുകൾ അലൗഡ് അല്ല. പലാസോ പോലിരിക്കുന്ന പാൻറ്റ് മാത്രമല്ല, ഇതിൻ്റെ അറ്റത്തൊക്കെ ലേസൊക്കെ വെച്ച് ഇങ്ങനെ ചുരുങ്ങിയ സ്റ്റിച്ചിങ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പാൻറ്റുകളൊന്നും തന്നെ പരീക്ഷാ ഹാളിൽ അലൗഡ് അല്ല. അതുപോലെ ഇത് കണ്ടോ, ഇതും പലാസോയാണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇത്രയും വലിയ ഫ്ലെയർ വരുന്ന, ബോട്ടം ഫ്ലെയർ വരുന്ന സാധനങ്ങളും നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാം. പിന്നെ ജീൻസ് വരുമ്പോൾ ഇതൊരു സാധാരണ ജീൻസ് അല്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് കണ്ടോടാ, മൾട്ടി പോക്കറ്റ്സ് വരുന്ന ജീൻസ് ആണ്. ഇത്തരം മൾട്ടി പോക്കറ്റ്സ് വരുന്ന ജീൻസുകൾ അവോയ്ഡ് ചെയ്യാം. മൾട്ടി പോക്കറ്റ്സ് നോട്ട് അലൗഡ് എന്നാണ്. അതുപോലെ ഇവിടെ വരുമ്പോൾ ഇതും പലാസോ ഒന്നും അല്ല, സാധാരണ പാൻറ്റാണ്. പക്ഷെ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുരുക്ക്, ഇതുപോലെ പഫി ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ, ഒത്തിരി ചുരുക്ക് വരുന്നവ, അങ്ങനെയുള്ള പുതിയ പുതിയ ഫാഷനിൽ ഒത്തിരി പാൻസ് ഒക്കെ വരുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള പാൻറ്റുകളൊക്കെ നമുക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യാം. എന്താ കാര്യം എന്നറിയോ, നമുക്ക് ഈ ഫ്രിസ്കിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ആൾ എന്തെങ്കിലും നമുക്ക് ഇത് പറ്റില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് മതിയായിരിക്കും നമുക്കൊരു ടെൻഷൻ കയറാൻ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. ഇതും കണ്ടോ, ഇത് പലാസയാണ്. പക്ഷെ അറ്റത്ത് ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ ലേസ്, ഫ്ലെയർ, അതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നതും നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പരീക്ഷാ ഹാളിൽ ഏതൊക്കെ ഡ്രസ്സസാണ് അലൗഡ് അല്ലാത്തത് എന്നാണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ഡ്രസ്സ് ധരിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പരീക്ഷ എഴുതാൻ പോകാൻ പറ്റും എന്നാണ് പറയാൻ പോകുന്നത്. വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഫ്രിസ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഫ്രിസ്കിങ്ങിന് നിൽക്കുന്ന ആൾക്കാർ കുറേ നേരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയായിരിക്കും. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആയിരിക്കും ഒരു സെൻറ്ററിൽ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പം നമുക്ക് അവരുടെ ഒരു ഈസിനെസ്, അവർക്ക് കുറച്ച് ഡിഫിക്കൽറ്റി വരുമ്പോൾ തന്നെ ചിലപ്പോൾ അവരുടെ ഒരു പെരുമാറ്റത്തിൽ ചെറുതായിട്ടൊരു ആരോഗ്യൻസി, അവർ ഫ്രസ്ട്രേറ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴായിരിക്കും നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് കടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രസ്സ് പാടില്ല എന്നൊക്കെ പറയുകയോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു കംഫർട്ട് പോവുകയും പരീക്ഷാ ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മളാകെ ഒരു എന്താ പറയുക, ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ടായിരിക്കും കയറാൻ പോകുന്നത്. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ട്, മറ്റുള്ളവർക്ക് ഒരു പ്രോബ്ലവും ഉണ്ടാക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കംഫർട്ടബിൾ വേയിൽ ഫ്രിസ്കിങ് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷാ ഹാളിലേക്ക് കയറാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. സോ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നീറ്റിന് പോയി പരീക്ഷ എഴുതിയിട്ട് വരാനുള്ള ആത്മവിശ്വാസം തരുന്ന രീതിയിലുള്ള നല്ല 2 ടോപ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കിയാൽ ഇതുപോലെ തന്നെ ഈ ഹാങ്ങറിൽ കിടക്കുന്ന എല്ലാ തരത്തിലുള്ള ടീഷർട്ട്സും നിങ്ങൾക്ക് വിയർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര കംഫർട്ടും ആയിരിക്കും നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ കയ്യിലെല്ലാം തന്നെ ഇതുപോലത്തെ എത്രയോ ഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പുതുതൊന്നും വാങ്ങാൻ നിന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, അങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിച്ചു പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ടീഷർട്ട് ഇട്ട് പോകാൻ ഇഷ്ടം കാണത്തില്ല. കുർത്തിയൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇത് കണ്ടോ, ഏറ്റവും സിമ്പിളായിട്ട് സ്ലീവ് ഹാഫാണ്, ഒരു 3/4 കുഴപ്പമില്ല കേട്ടോ. നമുക്ക് 3/4 ആണ്. സിമ്പിളാണ്. വലിയ പ്രിന്റുകളോ വലിയ പൂക്കളോ ഹെവി മെറ്റീരിയൽ ക്ലോത്തോ ഒന്നുമല്ല. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് പോകാൻ ഇതുപോലത്തെ കുർത്തികൾ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കളറിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെവി മെറ്റീരിയൽ ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ കോഡ് സെറ്റ് അല്ലേ. കോഡ് സെറ്റ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോഡ് സെറ്റ് പെർഫെക്റ്റ് ആണ്. പക്ഷേ കോഡ് സെറ്റിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രിന്റിംഗ് ഒന്നും ഇല്ലാത്ത, ലെറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത, ഹെവി മെറ്റീരിയൽ ക്ലോത്ത് അല്ലാത്ത, ഈ ബ്രോച്ചസ് പോലത്തെ സാധനങ്ങളൊന്നും വെക്കാത്ത നിങ്ങൾക്ക് ഇതൊരു പെർഫെക്റ്റ് കോഡ് സെറ്റ് ആണ് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കോഡ് സെറ്റ് ആണ്. കോഡാകുമ്പോൾ പിന്നെ പാൻസിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ധരിക്കാം. അപ്പോൾ കോഡ് സെറ്റൊക്കെ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കാണും. അതുപോലെ തന്നെ കോഡ് സെറ്റ് പറഞ്ഞ സ്ഥിതിക്ക് പാൻറ്റ് കൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇതുകൊണ്ടോ നമുക്ക് ഏറ്റവും നന്നായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരു കുഴപ്പമില്ല ഇത് ധരിച്ച് പരീക്ഷയ്ക്ക് പോകുന്നതിൽ. അതുപോലെ തന്നെ
ഇത് ഒത്തിരി ചുരുക്ക് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ലെഗിൻസ് നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് ചുരുക്ക് വരുന്ന ലെഗിൻസ് ആണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. ആംഗിൾ ലെങ്ത് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതൊരു ആംഗിൾ ലെങ്ത് വരുന്ന ഒരു ലെഗിനാണ്. അതുപോലെ തന്നെ ആംഗിൾ ലെങ്ത് അല്ല, ഫുൾ ലെങ്ത് ആണെങ്കിൽ പോലും ഒത്തിരി ചുരുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് കണ്ടോ, സാധാരണ പാൻറ്റാണ്, സാധാരണ ഫ്ലെയർ ഉള്ള സാധാരണ പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പാൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അതൊന്നും അന്വേഷിച്ച് ഒരുപാട് വറി ചെയ്യണ്ട. ഇതൊക്കെ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സാധാരണ രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാക്കാതെ, ഫ്രിസ്കിംഗ് പ്രോസസ്സിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ധരിച്ച് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് ഇന്നർ വെയേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഇന്നർ വെയേഴ്സിൽ ഒരു റെസ്ട്രിക്ഷനും NDAയുടെ സർക്കുലറിൽ വരുന്നില്ലെങ്കിൽ പോലും നമ്മൾ പറയുന്ന ഒരു കാര്യം മെറ്റൽസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഡെഫിനറ്റ് ആയിട്ടും ഞാനിപ്പോൾ കാണിച്ചു തരാം, സ്പോർട്സ് ബ്രാ ഒക്കെ ഇല്ല, ഇതൊക്കെ കണ്ടോ, ഇതിലൊന്നും അങ്ങനെയുള്ള മെറ്റൽസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ഒരു പ്രോബ്ലവും ഇല്ലാതെ തന്നെ ഇത് ധരിക്കാം. ഇതൊക്കെ കണ്ടോ, ഇതിനകത്തൊക്കെ ഇലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മെറ്റൽസ് ഒന്നും വരുന്നില്ല. ഇങ്ങനെയുള്ള ഇന്നേഴ്സ് ഒക്കെ ഏറ്റവും സേഫറായിട്ട് നിങ്ങൾക്ക് വിയർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇത് കണ്ടോ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും മെറ്റൽസ് ഉണ്ട്. ഇവിടെയൊക്കെയാണ് ഈ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ മെറ്റലാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. എങ്കിൽ പോലും എന്തിനാണ് നമ്മൾ വെറുതെ ഒരു ടെൻഷൻ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? സോ നമ്മൾ ഡ്രസ്സ് ഏതൊക്കെയാണ് ഇടേണ്ടത്, എന്തൊക്കെയാണ് ഇടാൻ പാടില്ലാത്തതെന്ന് കണ്ടു കഴിഞ്ഞു അല്ലേ. ഡ്രസ്സ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ദിവസം ധരിക്കുന്ന നമ്മുടെ ചപ്പൽ. നമുക്ക് ഷൂസ്, അതുപോലുള്ള ഒത്തിരി കെട്ടുള്ളത്, ഒത്തിരി സ്ട്രാപ്പ് ഉള്ളത്, ഒത്തിരി മെറ്റൽസ് ഉള്ളത്, കല്ലുകളുള്ളത്, അങ്ങനെയുള്ള ചെരുപ്പുകളൊന്നും തന്നെ എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ലാത്തത് എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രോക്സ് മോഡലിൽ വരുന്ന ഇത്തരം ചപ്പലുകളൊന്നും തന്നെ എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. വളരെ ഹെവി ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ പതിച്ച നല്ല ഭംഗിയുള്ളൊരു ചെരുപ്പാണ്. പക്ഷേ ഭംഗിയുണ്ടെങ്കിലും നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ ഇതിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് എപ്പോഴും ഇടാൻ ഇഷ്ടമുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ചപ്പലാണിത്. പക്ഷേ ഇതും എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. അതുപോലെ തന്നെ ഒത്തിരി സ്ട്രാപ്സ് ഉള്ളത്, മെറ്റൽ പതിപ്പിച്ചിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ചെരുപ്പുകളും നീറ്റ് പരീക്ഷയ്ക്ക് അലൗഡ് അല്ല. ഇതുപോലുള്ള ഓപ്പൺ ഷൂസ് എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് അല്ല. ഇതുപോലെ കംപ്ലീറ്റ്ലി കവേർഡ് ആകുന്ന ഷൂസും അലൗഡ് അല്ല. നീറ്റ് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയി പോകാൻ നിങ്ങൾക്ക് ഇതുപോലുള്ള ചപ്പല് ഉപയോഗിക്കാം. ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇതും ഓക്കെയാണ്. ഇതിനകത്ത് ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്. ബ്രാൻഡ് നെയിം എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത പ്രിന്റുകളോ ലെറ്റേഴ്സോ ഒരുപാട് പൂക്കളോ ഒക്കെ വരുന്നത് അവോയ്ഡ് ചെയ്യുക. ഇതുപോലെ ചെറുതായിട്ട് സ്ട്രാപ്പും കെട്ടും ഒക്കെ ഉള്ളത് നമുക്ക് ഉപയോഗിക്കാം. ഒത്തിരി വള്ളികളും കെട്ടുകളും ഒക്കെ ഉള്ളതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ വിയർ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ചെരുപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നീറ്റ് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ മറ്റെന്തൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. എല്ലാ ഓർണമെന്റ്സും അവോയ്ഡ് ചെയ്യുക. കമ്മൽ, മാല, വള, മോതിരം, ബ്രേസ്ലെറ്റ്, വാച്ച്, കൊലുസ്, അങ്ങനെ എല്ലാ ഓർണമെന്റ്സും അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ തല കെട്ടാൻ ഉപയോഗിക്കുന്ന ഹെയർ പിന്നുകൾ, വലിയ ഭംഗിയുള്ള ബോയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. ഹെയർ ബാൻഡ് ഉപയോഗിക്കാം, പക്ഷേ ഹെയർ പിൻസോ സ്ലൈഡ്സോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ റിലീജിയസ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു വിശ്വാസമാണ്, ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള ചരടുകളോ അതുപോലെ തന്നെ ദേഹരക്ഷയോ മെറ്റലായിട്ടുള്ള സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മൂടി വെച്ചിട്ട് വേണം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. Brilliant Study Center, India's #1 coaching center for NEET and JEE.